ഞാൻ സന്യാസ വൈദിക ജീവിതം സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു വൈദികനാണ്. എൻ്റെ ജീവിത ലക്ഷ്യം മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും. ഞാൻ ചെറുപ്പത്തിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എൻ്റെ ഒരു അടുത്ത ബന്ധുവായ ഒരു സിസ്റ്റർ സാർത്തോ CMC സഭാംഗമാണ്. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് സന്ദർശിക്കാനിടയായപ്പോൾ എന്നോട് പറഞ്ഞു, ഷാജു നീ ഒരു അച്ഛനാകണം. ആ വാക്കുകൾ, സിസ്റ്ററിൻ്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ ശരിക്കൊരു വിത്തായിട്ട് വിതച്ചായിട്ട് ഞാൻ ഓർക്കുകയാണ്. എന്നെ വളർത്തി ഇവിടെ എത്തി ഈ വൈദിക ജീവിതത്തിൽ എത്തിക്കാനുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ കുടുംബം തന്നെയാണ്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും തോമസ്, റോസി, ചെറുമൽ തറവാട്ടിലെ അംഗങ്ങൾ, അവർ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അമ്മച്ചി. കാരണം ചെറുപ്പം മുതലേ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ ദൈവഭക്തിയിലൊക്കെ വളർത്താനായിട്ട് ഞങ്ങൾ 4 മക്കളാണ്. അനുജൻ ജോജു, താഴെ 3-ാമത്തെ ആൾ സിസ്റ്റർ സായുജ CMC സഭാംഗം, താഴെയുള്ളത് ലിജു, ടീച്ചറാണ്, അധ്യാപികയാണ്, കുടുംബജീവിതം നയിക്കുന്നു. ചെറുപ്പത്തിലെ തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾക്ക് അത്താഴമുള്ളൂ. രാവിലെ എഴുന്നേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുക അമ്മ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അമ്മയച്ചിയാണ് നമ്മൾ കാണുക. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചി ഞങ്ങൾ വളർത്താനായിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ വിശുദ്ധിയിലേക്കുള്ള അതുല്യമായ വിളി ഫാദർ ഷാജു ചിറമ്മൽ CMA സ്വീകരിച്ചത് വൈകിയാണ്. എങ്കിലും പുരോഹിതനായ നാൾ മുതൽ ഈ വൈദികൻ ആഫ്രിക്കയിലെ സഭയ്ക്ക് ദൈവം നൽകിയ അനുഗ്രഹമാണ്. താൻ അംഗമായിരിക്കുന്ന CMI സഭ കെനിയയിൽ മിഷൻ ആദ്യമായി ആരംഭിച്ച ബ്യൂണിയാണ് അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തന മേഖല. കല്ലേലി അച്ഛനാൽ രൂപപ്പെട്ട ബ്യൂണിയിലെ വലിയ ഇടവകയുടെ ഇപ്പോഴത്തെ വികാരിയാണ് ഫാദർ ഷാജു. തൃശ്ശൂരിലെ പഴുവിൽ ചിറമ്മേൽ കുടുംബത്തിൽ നിന്ന് ഈ മിഷൻ ദേശത്തേക്ക് എത്തിയപ്പോൾ ദൈവം തനിക്ക് നൽകിയ ഓരോ ദിനവും ഓരോ നിമിഷവും ഇവിടുത്തെ ജനങ്ങളെ ആത്മീയമായും ഭൗതികമായും വളരാൻ സഹായിച്ചുകൊണ്ട് ഈ വൈദികൻ തൻ്റെ മിഷൻ ജീവിതം ഇവിടെ ആഘോഷമാക്കുന്നു. ഒരു സാധാരണ ദരിദ്ര കുടുംബത്തിൽ അംഗമായതുകൊണ്ട് തന്നെ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്ത് കൈത്തൊഴിൽ പഠിക്കാമെന്നൊരു ചിന്തയുണ്ടായി. അങ്ങനെ ചാലക്കുടി ITIയിൽ 2 കൊല്ലത്തെ മിഷനിസ്റ്റ് ട്രേഡ് പഠിച്ചു. അപ്പച്ചൻ കൂലിപ്പണിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബോധ്യമുണ്ട് ഈ സമയത്ത് മൂത്ത മകനായതുകൊണ്ട് എന്തെങ്കിലും വീട്ടിൽ സഹായിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇളയപ്പൻ ഭോപ്പാലിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇളയപ്പൻ പറഞ്ഞു, നീ ITI പഠിച്ചതുകൊണ്ട് ഇങ്ങോട്ട് പോരെ, നമുക്കിവിടെ ജോലി ചെയ്യാം. അങ്ങനെ 18-ാമത്തെ വയസ്സിൽ ദൈവം എനിക്ക് ഒരു ജോലി തന്നു. അങ്ങനെ 18-ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യത്തെ ശമ്പളം മേടിച്ച് ഞാൻ വീട്ടിലേക്ക് അയച്ചു. അതെന്നെ ഒരു മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം നൽകിയ ഒരു അനുഭവമാണ്. അങ്ങനെ ആ വർഷത്തിൽ അവിടെ ഒരു 8 വർഷത്തോളം എനിക്ക് ആ ഒരു കമ്പനിയിൽ, എക്സൽഷ്യർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ഒരു 8 വർഷത്തോളം ജോലി ചെയ്യാൻ എനിക്ക് സാധിച്ചു. ആ 8 വർഷത്തെ കാലത്തിനിടയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് കിട്ടിയ ആ വിശ്വാസ പരിശീലനം, ആ ദൈവഭക്തിയിൽ വളരേണ്ട ആ ചെറുപ്പത്തിൽ കിട്ടിയ അത് പാലിക്കാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. കാരണം എല്ലാ ഞായറാഴ്ച ഓഫൊന്നുമല്ല, തിങ്കളാഴ്ചയാണ് അവിടെ ഓഫ്. പക്ഷേ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയി കുർബാന പങ്കെടുക്കുവാനും അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാലും കുഴപ്പമില്ല. കാരണം അവിടെ ഡ്യൂട്ടി സമയം 7 മുതൽ 7 മണി വരെയാണ്. പക്ഷേ എന്നാലും ആ 1 മണിക്കൂർ ലേറ്റായി വന്നു കഴിഞ്ഞാലും അത് കഴിഞ്ഞ് പിന്നെ സമയം കംപ്ലീറ്റ് ചെയ്താനുള്ള അതൊക്കെയാണ് ദൈവത്തിൻ്റെ വലിയ പരിപാലനം ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 8 വർഷക്കാലം ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ദൈവവുമായിട്ട് കൂടി ചേർന്ന് നിൽക്കുവാനും അതുപോലെ തന്നെ ധ്യാനങ്ങളിൽ പങ്കെടുക്കാനൊക്കെ ദൈവം എന്നെ അനുവദിച്ചു. അങ്ങനെ ഒരു പ്രാവശ്യം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു വചനം എന്നെ പ്രത്യേകമായിട്ട് സ്പർശിച്ചു. അത് മത്തായി 6:33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. അതിൻ്റെ അർത്ഥം അന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. പക്ഷേ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും നമ്മൾ ജോലിയിൽ കയറി അവിടെ പ്രത്യേകമായിട്ട് ഞാൻ ചെയ്യാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ കുറച്ച് മേടിക്കും. അവിടുത്തെ നാട്ടിൽ നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ ഇപ്പോൾ 10% കൊടുക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. ആ ധ്യാനത്തിൽ നിന്ന് കിട്ടിയതാണ്. 10% ശമ്പളത്തിൽ നിന്ന് മാറ്റി വെച്ച് ഹിന്ദി ബൈബിൾ മേടിച്ച്, ഹിന്ദുക്കളാണെങ്കിലും അവർക്കൊക്കെ ഒരേ ബൈബിൾ കൊടുക്കാറുണ്ട്. ബൈബിൾ കൊടുത്ത് ഈവൻ മുതലാളിക്ക് പോലും ഞാൻ ബൈബിൾ കൊടുത്തിട്ടുണ്ട് പോരുന്ന സമയത്ത്. അതുപോലെ തന്നെ ഞായറാഴ്ച ജോലി ഓവർ ടൈമിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ കിട്ടുന്ന പൈസ
അവിടെ അടുത്തുള്ള മദർ തെരേസയുടെ സിസ്റ്റേഴ്സിൻ്റെ അവർക്ക് സഹായിക്കാനായിട്ട്. അന്ന് ആ ഓവർ ടൈം ഡബിളാണ്, പക്ഷേ ആ പൈസ ഞാൻ ഉപയോഗിക്കില്ല. ആ പൈസ ഞാൻ ഇവർക്ക് സഹായിക്കാം, അവർക്ക് പുസ്തകങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ അവിടെ സിസ്റ്റർമാരെ ഏൽപ്പിച്ച് പോരും. അങ്ങനെ ദൈവശുശ്രൂഷയിൽ കൂടുതലായിട്ട് താല്പര്യം തോന്നി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മച്ചിക്ക് അസുഖം വരുന്നത്. അമ്മച്ചിയെ സുഖപ്പെടുത്താനായിട്ട് ഭോപ്പാലിൽ കൊണ്ടുവന്നു. പക്ഷേ അവിടുത്തെ കാലാവസ്ഥ പിടിക്കാണ്ടാണെന്ന് തോന്നുന്നു അമ്മച്ചി വളരെ കൂടുതലായിട്ട് ഗുരുതരാവസ്ഥയിലേക്ക് എത്തി. അവിടെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം, അമ്മച്ചിയെ ആരോഗ്യത്തോടെ എനിക്ക് നാട്ടിലെത്തിക്കണം. അത് ദൈവം കേട്ടു. ദൈവം കേട്ട് എനിക്ക് ഉത്തരം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വലിയ ബോധ്യം എനിക്ക് കിട്ടി. അതെൻ്റെ ജീവിതത്തെ ഒത്തിരി മാറ്റിമറിച്ച സംഭവമാണ്. അങ്ങനെ അമ്മയെ ശുശ്രൂഷിക്കാനായിട്ട് കുറച്ച് നാൾ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് മദ്രാസിലുണ്ടായിരുന്ന എൻ്റെ ഒരു ബന്ധു വന്ന് എന്നോട് പറയുകയാണ്, മദ്രാസിൽ വരികയാണെങ്കിൽ നിനക്ക് അവിടെ ജോലി ശരിയാക്കാം, അമ്മയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും കൂടുതലാണെങ്കിൽ തന്നെ നിനക്ക് വന്ന് സഹായിക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ഒരു കണ്ടീഷൻ വെച്ചു, ഞാൻ വരാം മദ്രാസിലേക്ക്, പക്ഷേ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, ദീപലിയിൽ പങ്കെടുക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അതായിരുന്നു എൻ്റെ കണ്ടീഷൻ. അങ്ങനെ ഞാൻ ആ ബന്ധുവിൻ്റെ കൂടെ പോയി അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്തുള്ള കോൺവെൻറ്റിൽ മലയാളം കുർബാനയിൽ പങ്കെടുക്കാൻ സാധ്യത, അത് വലിയൊരു നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ ദൈവബലിയിൽ പങ്കെടുക്കുമ്പോൾ സിസ്റ്റേഴ്സാണ് സാധാരണ ശുശ്രൂഷയുടെ പ്രാർത്ഥന ചൊല്ലാറ്. ഒരു ദിവസം ഈ സിസ്റ്റർ ചൊല്ലാണ്ട് പ്രാർത്ഥന ചൊല്ലാതെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു പ്രേരണ ഉണ്ടായി. ഞാൻ ആ പ്രാർത്ഥന ചൊല്ലാനിടയായി. പക്ഷേ അച്ഛൻ അത് ദ്വീപിൽ അർപ്പിച്ചിരുന്ന വൈദികൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചു. അടുത്ത ഞായറാഴ്ച ദ്വീപലിക്ക് മുമ്പ് വൈദികൻ അവിടെ ആൾത്താരിൽ നിന്നുകൊണ്ട് എൻ്റെ പേര് ചൊല്ലി വിളിച്ചിട്ട് പറഞ്ഞു, ഷാജു ഇനി ഇവിടെ ആൾത്താരിൽ നിന്നാൽ മതി, എന്നിട്ട് ശുശ്രൂഷയുടെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കണമെന്ന് പറഞ്ഞു. അത് എൻ്റെ ഒരു രണ്ടാമത്തെ ദൈവവിളിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോഴേക്കും എൻ്റെ മൂത്ത സഹോദരി സിസ്റ്റർ സായുജ CMC സഭയിൽ അംഗമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം, വൈദികനാകാനുള്ള ആഗ്രഹം ഞാൻ സിസ്റ്ററിനെ അറിയിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അപ്പോഴേക്കും എൻ്റെ വയസ്സ് 27 ഓർക്കണം, പറഞ്ഞു നമുക്ക് ശ്രമിക്കാം. അങ്ങനെ സിസ്റ്റർ വൊക്കേഷൻ ഡയറക്ടറായിരുന്ന ജോസ് അക്കരച്ചനെ അറിയിച്ചു. അങ്ങനെ അച്ഛൻ ഡിസംബറിലുള്ള വൊക്കേഷൻ ക്യാമ്പിലേക്ക് എന്നെ ക്ഷണിച്ചു. അങ്ങനെ ഞാൻ മദ്രാസിൽ നിന്നും പാവർട്ടിയിലാണ് അന്ന് വൊക്കേഷൻ ക്യാമ്പ് നടക്കുക. അങ്ങനെ വൊക്കേഷൻ ക്യാമ്പിലേക്ക് ഞാൻ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുക, മറ്റുള്ള കുട്ടികളൊക്കെ വളരെ 10ാം ക്ലാസ് 15 വയസ്സായത്, ഞാൻ എൻ്റെ വയസ്സ് 27 വയസ്സാണ്. പക്ഷേ ദൈവം എന്നെ വിളിച്ചിട്ടുള്ള വലിയ ബോധ്യത്തിൽ ആ വൊക്കേഷൻ ക്യാമ്പ് വളരെ മനോഹരമായിട്ട് പങ്കെടുത്ത് ദൈവം എന്നെ ഒരു വൈദികനായി വിളിക്കുന്നുള്ള ഒരു വലിയ ബോധ്യം എന്നെ കൊണ്ട് ഒന്നും കൂടി ഉറപ്പിച്ചു. അങ്ങനെ CMI സഭയിൽ പരിശീലനത്തിനായിട്ട് ഞാൻ ചേർക്കപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തന്നെ നവസന്യാസ കാലഘട്ടം വരെ, നവസന്യാസം പൂർത്തിയാക്കുന്നവരെ ബഹുമാനോടെ ഗുരു അച്ഛൻ്റെ ബഹുമാനോടെ റാവേൽ ആവണക്കപ്പറമ്പിലച്ഛൻ്റെ പരിശീലനത്തിൽ ആ സന്യാസ വ്രതം ചെയ്യുവാനും അവിടെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ മോട്ടോ മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം കർത്താവ് വെളിപ്പെടുത്തി തന്നു, നീ ലോകമെങ്ങും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അങ്ങനെ ആ ഒരു ബോധ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് തന്നെയാണ് കെനിയയിൽ നിന്ന് പൗലോസച്ചൻ മിഷണറി, ഇവിടുത്തെ മിഷണറി വൈദികൻ അവധിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സൗസന്യാസ ഭവനത്തിൽ വരികയും തൻ്റെ മിഷൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അവിടെയാണ് പരിശുദ്ധ അമ്മയിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ ഈ കെനിയ മിഷൻ രാജ്യത്ത് നടക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഒപ്പം അദ്ദേഹം എന്നോട് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു. അത് വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് അന്ന് മുതൽ കെനിയ മിഷന് വേണ്ടിയിട്ട് ജപമാല ചൊല്ലുമ്പോൾ ഒരു രഹസ്യം ഞാൻ കാഴ്ചവെച്ചിരുന്നു. അതിൻ്റെ ഉത്തരമെന്നോണം മനസ്സിലാക്കുന്നു. ഫിലോസഫി കഴിഞ്ഞ് തിരിച്ചു വന്നു ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ എന്നോട് റീജൻസിക്കായി കെനിയയ്ക്ക് വരാനായിട്ട് ആവശ്യപ്പെട്ടു. ആ കെനിയയുടെ റീജൻസി കാലഘട്ടത്തിൽ മനസ്സിലായി എന്തുമാത്രം ജനങ്ങൾ ഇവിടെ കൂതാശകൾ ലഭിക്കാതെ, കാരണം മാസത്തിലൊരിക്കലൊക്കെയാണ് നമ്മുടെ വൈദികർക്ക്, ബഹുമാനയുടെ വൈദികർക്ക് അവർക്ക് ചെന്ന് ബലി അർപ്പിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. കാരണം അത്രയും വൈഡാണ് ഇവിടുത്തെ ഏരിയ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വൈദികനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ രാജ്യത്ത് വന്ന് ഇവിടെ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടണമെന്നുള്ള വലിയൊരു തീവ്രമായ ആഗ്രഹം എന്നിൽ ഉദിച്ചു. അങ്ങനെ റീജൻസി കാലഘട്ടം ഭംഗിയായി പൂർത്തിയാക്കി തിരിച്ച് നാട്ടിലെത്തി തിയോളജി പഠനം പൂർത്തിയാക്കി 2007 ഡിസംബർ 30 അഭിവന്യ പിതാവ് ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെ കയ്യൊപ്പിലൂടെ ഞാനൊരു സന്യാസ വൈദികനായി. അങ്ങനെ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കല്ലിലച്ചൻ അവധിക്ക് വന്ന് എന്നോട് പറയുകയാണ്, ഷാജു കെനിയയ്ക്ക് പോരെ, അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്,
അവിടെ വൈദികരുടെ ആവശ്യമുള്ളതെന്ന് അച്ഛൻ അറിയാമല്ലോ. അപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം ദൈവത്തിൻ്റെ ആ ഒരു വിളി ബഹുമാനയുടെ കല്ലേലിച്ചിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു. ഞാൻ സന്തോഷത്തോടുകൂടി ആ വിളി സ്വീകരിച്ചു. അങ്ങനെ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്ന തുടക്കത്തിൽ തന്നെ ഭാഷ പഠിക്കാനായിട്ട് ടാൻസാനിയയ്ക്ക് പോകാനിടയായി. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന നമ്മൾ പഠിച്ച പരിശീലനമായിട്ട് നമുക്കുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ, പുസ്തകങ്ങൾ അല്ലെങ്കിൽ നോട്ടുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അപ്പോഴാണ് ഞാൻ ഭാഷ പഠിക്കാനായിട്ട് പോവുക. ഒരു ദിവസം കേൾക്കുന്നത് നമ്മൾ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും, നമ്മുടെ പുസ്തകങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ തുണിയും എല്ലാ ഷൂസും എല്ലാ സാധനങ്ങളും കള്ളന്മാർ കയറി ഒക്കെ അടിച്ചു കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ സീറോ ആയി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീറോ ആയി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ആ സമയത്ത് സ്വല്പം വിഷമം തോന്നിയെങ്കിലും ദൈവത്തിന് സീറോയിൽ നിന്ന് തുടങ്ങി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ശുശ്രൂഷ ചെയ്യാനാണ് ദൈവം എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഈ പാവങ്ങളുടെ ഇടയിൽ ഈശോ പറയുന്നത് എന്ത് പറയുന്നോ അത് കേൾക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനും അനേക ആത്മാക്കളെ രക്ഷിക്കാനൊക്കെ ദൈവനെ ഉപയോഗിക്കുന്നു. അതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. പ്യൂണി ഇടവകയുടെ കീഴിൽ വളർന്നു വരുന്ന കുഞ്ഞു ദേവാലയങ്ങളുണ്ട്. അത്തരത്തിൽ 10-ലധികം കിലോമീറ്റർ ദൂരെയുള്ള ഒരു ദേവാലയത്തിലേക്കാണ് ഈ യാത്ര. കെനിയയിലെ മച്ചഗോസ് രൂപതയിൽ ഇതുപോലെ വളർന്നു വരുന്ന ദേവാലയങ്ങൾ നിരവധിയാണ്. ഇവിടങ്ങളിലെ ദൈവജനത്തിന് വേണ്ടുന്ന കൂദാശകൾ നൽകാൻ നമ്മുടെ ഷാജു അച്ഛനെ പോലുള്ള മിഷണറിമാർ നിരന്തരം പ്രയത്നിക്കുന്നു. മിഷണറിമാർ ജീവിക്കുന്ന ദൈവത്തെ പങ്കുവച്ചു നൽകുന്നതിലൂടെ സഭ ഇവിടെ വളരുന്നു. ഒരു വൈദികൻ എന്ന നിലയിൽ ഈശോ ഒത്തിരിയേറെ മേഖലകൾ തുറന്നിട്ടിരിക്കുകയാണ് ശുശ്രൂഷ ചെയ്യാൻ, ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ദിവ്യബലി അർപ്പിക്കുമ്പോൾ, അതുപോലെ തന്നെ ആരാധന നടത്തുമ്പോൾ ഒക്കെ ദൈവം നമ്മുടെ കരങ്ങളിലൂടെ അവരെ സ്പർശിക്കുകയും അവർക്ക് വിടുതൽ, പ്രത്യേകിച്ച് തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നൊക്കെ വിടുതൽ കൊടുക്കുന്നത് ശരിക്കും അനുഭവിച്ചറിയാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആരാധനകൾ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് നമ്മുടെ പള്ളിയിൽ പാരിഷിലെ ആരാധന, എല്ലാ പാരിഷിലും ഞാനിരുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ അങ്ങനെ ആരാധനയിൽ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ ആഴ്ചയിൽ ആൾക്കാർ വരികയാണ്. അതാണ് ദൈവത്തിൻ്റെ, അവർ ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ജനതയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരാധന നടത്തുന്ന സമയത്ത് ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, ചാവറച്ചൻ്റെ നൊവേന അതൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം പറഞ്ഞാൽ വിശ്വസിക്കാത്ത കാര്യങ്ങൾ ഞാനിവിടെ ചെയ്യുന്നു പറഞ്ഞാൽ അത് നടക്കുകയാണ് അവിടെ. കാരണം രോഗികളായിട്ട് വരുന്നവർക്ക് സൗഖ്യം കിട്ടുന്നു, അതുപോലെ തന്നെ തിന്മയുടെ ബന്ധനങ്ങളിൽ കഴിയുന്ന മക്കൾക്ക് അതിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാമോദിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ 35 പേരുടെ മാമോദിസ നടത്തിയത്. നമ്മുടെ നാട്ടിലൊക്കെ അത് ചിന്തിക്കാൻ പറ്റുമോ? എത്ര കൊല്ലങ്ങളിരിക്കണം. പക്ഷെ അപ്പോൾ ഇവിടെ നമുക്ക് അതിനുള്ള ശുശ്രൂഷ ചെയ്യാനായിട്ട്, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാനായിട്ട്, ആ ഒരു കർത്താവിൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് കർത്താവ് നമ്മളൊരു ചെറിയൊരു ഉപകാരമായിട്ട് ഈശോ ഉപയോഗിക്കുന്നുണ്ട്. മാമോദിസ സ്വീകരിച്ച് ക്രൈസ്തവ സഭയിലെ അംഗങ്ങളായി ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച അനുയായികൾക്ക് ക്രിസ്തു മാറ്റിവെച്ചിരിക്കുന്ന സമ്മാനമാണ് ദൈവരാജ്യത്തിൽ അവിടുത്തെ വലത്തും ഇടത്തും ഇരിക്കുക എന്നത്.
മിഷണറി പ്രവർത്തനങ്ങളിലൂടെ സുവിശേഷം ഇവിടുത്തെ ദേശങ്ങളിൽ പങ്കുവയ്ക്കാൻ കുറച്ച് CMI മിഷണറിമാർ ഇറങ്ങിത്തിരിച്ചപ്പോൾ അനവധി കുടുംബങ്ങൾ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഉൾക്കൊണ്ട് ഇവിടെ മാമോദിസ സ്വീകരിക്കുന്നു, ക്രിസ്തു സാക്ഷികളായി മാറുന്നു. ഉരുകി പ്രകാശം നൽകുക എന്ന മെഴുകുതിരിയുടെ ദൗത്യം പോലെ ഷാജു അച്ഛനെ പോലെയുള്ളവർ ഇവിടെ ക്രിസ്തുവിനായി, സഭയ്ക്കായി ഉരുകി ഇല്ലാതാകുന്നു. അപ്പോൾ തന്നെ കൂതാശകൾ മറ്റുള്ള വിവാഹമാണെങ്കിലും അതുപോലെ തന്നെ മരണാനന്തര ചടങ്ങാണെങ്കിലും ഒക്കെ ആ വിശ്വാസത്തിൽ അവരെ അടുപ്പിച്ച് നിർത്തി ഈശോയുടെ കൂടെയാണ് അവരെന്നുള്ളത്, അല്ലെങ്കിൽ ലോക ജീവിതം കഴിഞ്ഞ് നമുക്കൊരു വേറൊരു ജീവിതമുണ്ട്, ഈശോയോട് ചേർന്നുള്ള ജീവിതമുണ്ട് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കി വിശ്വാസത്തിൽ ആഴപ്പെടുത്തി അവരെ ഒരുക്കി അങ്ങനത്തെ ശുശ്രൂഷ നടത്തുമ്പോൾ അവിടെയും ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ. ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ഒരു ഇതിൻ്റെ മരണാനന്തര ചടങ്ങിൽ മൃതസംസ്കാരത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ ആ പ്രസംഗം കേട്ടിട്ട് മറ്റുള്ള ഡിനോമിനേഷനിലായിരുന്ന ഒരു ചേച്ചി വന്നിട്ട് മാമോദിസ സ്വീകരിച്ചൊരു കത്തോലിക്കായിട്ട് ആ കുടുംബം മുഴുവൻ കത്തോലിക്കരായി എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ കർത്താവ് നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ കർത്താവിനോട് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് നമ്മളോട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ദൈവരാജ്യം പടുത്തുയർത്താനായിട്ട് നമ്മൾ തയ്യാറാവുമ്പോൾ ദൈവം നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കും, അതുപോലെ തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവമാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത്. ഡോഞ്ഞ സബുക്കിലായിരിക്കുന്ന സമയത്ത് ഒരു ഏകദേശം 70 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തൊരു സ്ഥാപനത്തിൽ അവർക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ട് അനുഗ്രഹം ആവശ്യമാണെന്ന് വിളിച്ച് അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച് വെഞ്ചരിക്കാനായിട്ട് ദൈവം എനിക്ക് പ്രചോദനം നൽകി. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ജപമാല ചൊല്ലി നമ്മളവിടെ സ്ഥലത്തെത്തി. 3 മണിക്കൂറും നമ്മൾ ജപമാല ചൊല്ലിക്കൊണ്ട് തന്നെ, പക്ഷേ നല്ല റോഡല്ല, പകുതി സ്ഥലം നമ്മൾ ടാറിട്ട റോഡാണ്, പിന്നെ അടുത്ത 30 കിലോമീറ്റർ വളരെ റഫ് റോഡാണ്. അപ്പോൾ അവിടെയൊക്കെ ജപമാല ചൊല്ലിക്കൊണ്ട് നമ്മളവിടെ ചെന്ന് വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ ഏകദേശം ഈ 30 കിലോമീറ്റർ റഫ് റോഡായതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വലിയ വണ്ടി പഞ്ചറൊന്നും ആവാണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ വന്നു. അത് കഴിഞ്ഞ് നല്ല ടാർ റോഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസം തോന്നി പോരാണ്. പെട്ടെന്ന് ചെറുതായിട്ട് ഉറക്കം വരുന്ന പോലെ തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ അടുത്തൊരു പെട്രോൾ സ്റ്റേഷൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവിടെ നിന്ന് കുറച്ച് വെള്ളം മേടിച്ച് മുഖം കഴുകുക എന്നുള്ള തീരുമാനിച്ചു. പെട്ടെന്ന് ഞാൻ കാണുന്നത്, ഞാൻ ചെറുതായിട്ട് മയങ്ങിപ്പോയി. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വണ്ടിയുടെ ഒരു സൈഡിലേക്ക് ഒരു ടയർ ടാർ റോഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ ഒരു ഇത് വന്ന വണ്ടി പെട്ടെന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ പവർ സ്റ്റിയറിംഗ് ആയിരുന്ന വണ്ടിയായിരുന്നു. പെട്ടെന്ന് ഇത് നമ്മൾ ടാർ റോഡിലേക്ക് എത്തണതിന് പകരം അത് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്. അവിടെ ചെറിയൊരു കനാൽ പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ആ ഭാഗത്തിന് ദൈവത്തിൻ്റെ വലിയ പരിപാലനയാണ് എനിക്ക് അനുഭവിക്കാൻ കഴിയും. കാരണം അതൊരു വലിയ ഹൈവേ ആണ്. ആ സമയത്ത് ഏതെങ്കിലും ഒരു വണ്ടിയാണ് വന്നിരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പൊടി പോലും കിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി പിന്നെ കർത്താവ് വളരെ മനോഹരമായിട്ടെന്ന് പറഞ്ഞാൽ താഴെ പോയിട്ട് ഇങ്ങനെ ഇടിച്ച് ഒരു 4 കറക്കം
നാല് മറിച്ചിലും മറിഞ്ഞിട്ടാണ് ഈ വണ്ടി വന്ന് നിൽക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ പുറകിലുണ്ടായിരുന്ന ജാക്ക്, സ്പാനർ സെറ്റ് എല്ലാ സാധനങ്ങളും ഫ്രണ്ടിലേക്ക് വന്ന് ചില്ലൊക്കെ പൊട്ടി തകർത്ത്. അതിലൊരു സ്പാനർ നമ്മുടെ തല്ലിൽ കൊണ്ടാൽ മതി, നമ്മുടെ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു പോറൽ പോലും ഇല്ലാതെ നമ്മൾ ഡോറ് തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുമാത്രം വലിയ അപകടമാണ് നടന്നിരിക്കുന്നത്. കാരണം വണ്ടി കംപ്ലീറ്റ് പോയി, ഫ്രണ്ട് കംപ്ലീറ്റ് പോയി, ഒരുവിധം ഇതായിട്ടുണ്ട്. അപ്പോഴാണ് ഒരു മനുഷ്യൻ ഫ്രണ്ടിൽ, ഈ അപകടം കണ്ടിട്ട് ഒരു മനുഷ്യൻ അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ വന്നിട്ട്, അപ്പോൾ ഈ കാറിൻ്റെ പുറകിൽ ഡോറിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഡോഞ്ഞസബ് കാത്തലിക് മിഷൻ. അപ്പോൾ അവന് മനസ്സിലായി, ഞാൻ പിന്നെ കുർത്തിയാണ് ഇട്ടിരിക്കണത്. അപ്പോൾ അവൻ മനസ്സിലായി ഞാൻ അച്ഛനാണെന്ന് മനസ്സിലായി. അവൻ വന്ന് പറഞ്ഞ വാക്കുകളാണ് എനിക്ക് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നത്. കാരണം അവൻ പറയാണ്, ദൈവത്തിന് ഇനിയും അച്ഛനിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഈ ലോകത്തിൽ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ ഈ ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല. കാരണം അതുപോലെ ഒരു വലിയൊരു അപകടമാണ്. ഇപ്പോൾ കാറ് തന്നെ കാണാലോ അച്ഛന്, ഈ വണ്ടി കംപ്ലീറ്റ് തകർന്നുണ്ട്. അപ്പോൾ അതിൽ അച്ഛന് ഒരു പോറൽ പോലും ഇല്ലാതെ അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇനിയും കുറേ കാര്യങ്ങൾ അച്ഛനിലൂടെ ചെയ്തു തീർക്കാനുണ്ട്. അത് തീർച്ചയായിട്ടും ദൈവസ്വരമായിട്ട് ഞാൻ ഏറ്റെടുക്കുകയും ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം, തിന്മയുടെ ശക്തികളെ നമ്മൾ തകർക്കാൻ പോയി മുമ്പ് തിരിച്ചു വന്ന് എന്തൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കർത്താവ് എനിക്ക് മാലാഖമാരെ, സങ്കീർത്തനം 34:8 ഞാൻ ഓർക്കുന്നത്. കർത്താവ് ദൈവഭക്തരുടെ ചുറ്റും എപ്പോഴും മാലാഖന്മാർ പാളയം അടിച്ച് അവരെ സംരക്ഷിക്കുന്നു. അത് എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പേടിയില്ല. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല, ഈശോ കൂടെയുണ്ട്, മാലാഖന്മാർ കൂടെയുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട് നമ്മുടെ കൂടെ. പിന്നെ നമ്മളിതിന് പേടിക്കണേ. സന്തോഷമായിട്ട് എവിടെയും ധൈര്യപൂർവ്വം ചെന്ന് കർത്താവിനെ കൊടുക്കാനായിട്ട് ഒരു വലിയ പ്രചോദനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മിഷണറിമാരുടെ യാത്രകൾ എന്ന് പറയുമ്പോൾ വളരെ ചിലപ്പോഴൊക്കെ അത് ദുർഘടം പിടിച്ച റോഡുകളിലൂടെയൊക്കെ ആയിരിക്കും. നമുക്ക് എല്ലായിടത്തും നമുക്ക് വണ്ടി ഉപയോഗിച്ച് എത്താൻ പറ്റില്ല. ഇപ്പോൾ ഈ ഇന്നത്തെ യാത്ര തന്നെ നമുക്ക് വലിയ വണ്ടി ഉപയോഗിക്കാനുള്ള കാരണം ചെറിയ വണ്ടി നമുക്ക് എത്താൻ ഉദ്ദേശിക്കുന്ന പോകുന്ന സ്ഥലത്ത് എത്താൻ പറ്റില്ല. അപ്പോൾ വലിയ സ്ഥലം ഈ വണ്ടി തന്നെ ചില സമയത്ത് നമ്മൾ ചെല്ലേണ്ട സ്ഥലത്ത് കുറച്ച് സ്ഥലത്ത് എത്തി അവിടെ ഇട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ നടന്നൊക്കെ പോകേണ്ടി വരും, മലയുടെ മുകളിലൊക്കെ ആണെങ്കിൽ. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ്. പണ്ട് മിഷണറിമാർ വന്ന് അവിടെ ഒരു ചെറിയ സ്കൂളൊക്കെ സ്ഥാപിച്ച് കുറച്ച് മിഷൻ പ്രവർത്തനമൊക്കെ നടത്തി. പിന്നെ ചില സാങ്കേതിക കാര്യങ്ങളെല്ലാം അവരൊക്കെ അവിടെ നിന്ന് മാറേണ്ടി വന്നു. ഇപ്പോൾ അവിടെ ഒരു നല്ലൊരു നമ്മുടെ ദൈവത്തിൻ്റെ ജനം അവിടെ ഉണ്ട്. അവർ ഈശോയെ ദാഹിച്ചിരിക്കുന്ന ജനമാണ്. നമ്മുടെ തന്നെ കാറ്റഗിസം മൂലം അവർ ആ വിശ്വാസത്തിൽ വളർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്. അവിടെ നമ്മളൊരു കുരിശ് ഇന്ന് സ്ഥാപിച്ച് ഒരു ദൈവബലി അർപ്പിച്ച് ഈശോയെ ആരാധിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പോണത്. ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ബിൽഡിങ് പണ്ട് മിഷണറിമാർ പണിതതാ. പണ്ട് വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്യൻ മിഷണറിമാർ വിശ്വാസം പകർന്ന ഇടമാണിത്. ഇന്ന് പക്ഷേ ഒരു വിശുദ്ധ കുർബാനയ്ക്കായി ജനം കാത്തിരിക്കുന്നു. വിശ്വാസ സംരക്ഷണത്തിനായി വൈദികരുടെ കുറവിനെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാത്തിരിപ്പിനൊടുവിൽ വർഷങ്ങൾക്ക് ശേഷം കിലോമീറ്ററുകൾ താണ്ടി ഒരു മലയാളി വൈദികൻ ഇവിടെ ശാലോം ടിവിയെ സാക്ഷി നിർത്തി വിശുദ്ധ കുർബാന ഉയർത്തുന്നു.
വിശ്വാസ സംരക്ഷണത്തിനായി ആഗോള കത്തോലിക്ക സഭയ്ക്ക് നമ്മുടെ കേരള സമൂഹം നൽകുന്ന വലിയ സംഭാവനകൾക്ക് ഒരു ഉദാഹരണം തന്നെയാണ് ഇത്. ഇനിയും ഇവിടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വൈദികരുടെ ആവശ്യമുണ്ടെന്ന ഓർമ്മപ്പെടുത്തലുമുണ്ട് ഈ കാഴ്ചകളിൽ. അതിനായുള്ള ദൈവവിളികൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും നമുക്ക് ഇവിടെ ഡയറി ഫുള്ളാണ്. വീട്ടിൽ പോയി അവരുടെ ആവശ്യം ഓരാവശ്യം ദ്വീപലി അർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ നന്ദി പറയാൻ, ആരെങ്കിലും രോഗിയാണെങ്കിൽ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആരെങ്കിലും ഇത് പഠനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രാജുവേഷന് നന്ദി പറയാനായിട്ട് എപ്പോഴും നന്ദിയുടെ. അതുപോലെ തന്നെ ഇപ്പോൾ മഴയില്ലെങ്കിൽ അവരിപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ആ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു വൈദികൻ്റെ സാന്നിധ്യവും അതുപോലെ തന്നെ ഈശോ അവനിലൂടെ പറയുന്ന വചനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് വളരെയധികം ബോധ്യപ്പെട്ടുകൊണ്ട് അവരെ വിശുദ്ധീകരിക്കുവാനും അല്ലെങ്കിൽ ആ കുടുംബത്തിൽ വീണ്ടും ആ ഒരു സന്തോഷം കൊണ്ടുവരുവാനൊക്കെ ആയിട്ട് ഈശോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ട് ഈശോയ്ക്ക് വേണ്ടി ഇനിയും ആത്മാക്കളെ നേടുവാനും അല്ലെങ്കിൽ ഈശോ നൽകുന്ന ആ സന്തോഷം, എനിക്ക് ലഭിച്ച ആ സന്തോഷം ഇവിടുത്തെ ജനങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ട് ഈശോനെ ഉപയോഗിക്കുകയാണ്. അതിൽ ഞാൻ ഒത്തിരിയേറെ നന്ദിയുള്ളവനാണ്.